സ്വാതി എത്തി വന്നെന്നാണ് തോന്നുന്നത്. അത് തന്നെ. പറയാണ്ടിത് എങ്ങോട്ട് പോയത്? ഇവിടെ എല്ലാരും പേടിച്ചിരിക്കണ അറിയാമാ? എന്തിന്? ഓ, രാവിലെ ഉറക്കാണീച്ച് നോക്കിയപ്പോ രണ്ടുപേരെയും കാണാനില്ല. പിന്നെ പേടിക്കാതിരിക്കുവോ? ഇന്നലെ രാത്രി കണ്ടീഷൻ അത്ര ശരിയല്ലായിരുന്നല്ല. ഞങ്ങൾ അമ്പലത്തിൽ പോയതാ, നിർമാല്യം തൊഴാൻ. കോവിലിൽ പെയ്യതാ? എന്നാ പിന്നെ പറഞ്ഞിട്ട് പെക്കൂടായിരുന്നാ? അകത്തേക്ക് പെട്ടെന്ന് കയറിച്ചല്ലേ, എല്ലാരും കാത്തിരിക്കണം. ഓടിപ്പോ. വെള്ളം അത്രയും പെയ്. പെട്ടെന്ന് തീരുമാനിച്ചത് നിർമാല്യം തൊഴാന്ന്. ആരെയും ഉണർത്തണ്ടെന്ന് കരുതിയ പറയാതിരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? നീയല്ലേ പറഞ്ഞത് ഈ പോക്കിൽ ദുരൂഹതയുണ്ട്, പ്രശ്നമാണെന്നൊക്കെ. വല്യമ്മ കയറി കയറ് പൊട്ടിച്ചപ്പോഴാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് പിന്നെ ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. എന്തിന്? ഞങ്ങൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ അമ്മേ. ആര് പറഞ്ഞു? ഇന്നലെ രാത്രി ഒരുത്തം വന്നത് 4 കാലയിലാ. 4 കാലം നീന്തി നടക്കുന്നത് ആരാ? കൊച്ചുകുട്ടികളല്ലേ. എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇന്നലെ ഞാൻ എന്നോട് ചോദിച്ചതാ, എല്ലാം നിർത്തിയെന്ന് പറഞ്ഞു. പിന്നെയും തുടങ്ങി. വഴക്ക് പറയല്ലേ അച്ഛാ. ഇന്നലെ ഏട്ടനൊരു അബദ്ധം പറ്റിയതാ. ഇനി അത് ആവർത്തിക്കില്ല എന്ന് മാത്രല്ല, നല്ല കുട്ടിയായിട്ട് കഴിയാന്ന് സമ്മതിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു. എന്ത്? എന്താ പറഞ്ഞതെന്ന്? അതെ, ഞങ്ങൾ ഇനി അടിച്ചു പൊളിച്ച് ജീവിക്കാനാ പോകുന്നത്. നീലേ, ഇത് ശരിയാണോ? നീ എന്തിനാ നീലിനോട് ചോദിക്കുന്നേ? ഏട്ടത്തി പറയുന്ന വിശ്വസിച്ചാ മതി. ഏട്ടത്തി പറയുന്നതേ അനിയൻ അങ്ങ് വിശ്വസിച്ചാ മതി. ഞാൻ വിശ്വസിക്കണമെങ്കിൽ അത് നീല് പറയണം. എന്താ നീലേ, ഇവള് പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. അല്ലെങ്കിൽ ഏട്ടൻ പറഞ്ഞേനല്ലോ. എന്തിനാ ഗൗരി ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. അത് ഞാൻ പറഞ്ഞാലും തീർന്നു, ഏട്ടൻ പറഞ്ഞാലും തീർന്നു. സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. മോളെ, ഇവള് പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട. മോളെ ഏതമ്പലത്തിലാ പോയത്? കൃഷ്ണന്റെ അമ്പലത്തില് ഒരുപാട് പ്രാർത്ഥിച്ചു. എല്ലാ സങ്കടങ്ങളും ഭഗവാന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അനുഗ്രഹവും വാങ്ങി. നന്നായി. മാലതി, നീ അവർക്ക് ചായ എടുത്തോളൂ.